വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കയ്യടി നേടിയ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരാളാണ് വിനീതേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് വന്നല്ലേ പറ്റൂ. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. അത് ഞാൻ വിനീതോട് പറയുകയും ചെയ്തു, വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി വിനീതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാൾ എന്നെ വിശ്വസിച്ചല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ്, കാരണം നമുക്ക് മലയാളി ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം. കളിയാക്കലായാലും സത്യത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധം പോലെ ആയിരുന്നു. വേറെ ആരും വേണ്ട, എന്റെ പ്രോളം ഞാൻ മതി, അങ്ങനെ ഇതാണ്. അതെല്ലാം മറ്റേ വിനീതിന്റെ ഐഡിയ ആണ്, എൻ്റെ ഒരു പങ്കുവയ്ക്കാതില്ല. അല്ലേ, വിനീതത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്, നമുക്ക് ഒളിച്ചോടിയുടെ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വിനീതൻ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിന്റെ പാത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ അത് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞ് ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. വിനീത് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷെ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു.